അപ്പോൾ പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേര് ജ്ഞാനത്തിന്റെ ആത്മാവെന്നാണ്. എന്താ ജ്ഞാനം എന്ന് പറയുന്നത്? അത് ജ്ഞാനം എന്നതിനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ ഒരു നിർവചനം എന്ന് പറയുന്നത് the ability to speak the right word at the right time എന്ന് പറഞ്ഞാൽ പറയേണ്ട വാക്ക് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ നമ്മെ പ്രാപ്തനാക്കുന്നതാണ് ദൈവത്തിന്റെ ജ്ഞാനം അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിനായിരിക്കുമ്പോൾ, അത് നിങ്ങളൊരു ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, ഒരു അധികാരിയുടെ മുന്നിലായിരിക്കുമ്പോൾ തക്ക സമയത്ത് പറയേണ്ട വാക്ക് നിങ്ങളുടെ നാവിന്മേൽ അവൻ പകരും. അതാണ് ഈ അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതെ, പല പ്രശ്നങ്ങളുടെയും കാരണം എന്താണെന്നറിയാവോ? പറയേണ്ടാത്തടത്ത് കയറി പറയുന്ന വാക്കുകളാ. എന്നാൽ ആത്മാവിനാൽ നിറയപ്പെട്ടവന്റെ വാക്ക് വചനം പറയുകയാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ നാവിൽ പുറപ്പെടരുത്. പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നയിക്കപ്പെട്ടാൽ അവന്റെ വാക്കുകൾ ആകാത്തതല്ല, അവന്റെ വാക്കുകൾ അത് ഫലം കായ്ക്കുന്ന, അവന്റെ വാക്കുകൾ ചിലതിനെ പുറപ്പെടുവിക്കുന്ന, അവന്റെ വാക്കുകൾ ചിലതിനെ ഉരുവാക്കുന്ന വാക്കുകളായി മാറും.